അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാതെ ത്വലഅൽ ബദ്റു സഹാബത്ത് ചൊല്ലുമ്പോ നബി തങ്ങൾ അത് കേട്ടപ്പോൾ എന്താ പറഞ്ഞത്? പ്ലീസ് നിർത്തണം. 23 വർഷത്തെ എന്റെ തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വ്യവസ്ഥാപിത പ്രവർത്തനം നടത്തുന്ന എന്നോട് ഇത് ചെയ്യേണ്ടിയില്ലായിരുന്നു. നിങ്ങൾ അൽമനാർ വായിച്ചിട്ടില്ലേ, പുടവ വായിച്ചിട്ടില്ലേ എന്നല്ല ചോദിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അത് അംഗീകരിച്ചു, റസൂലുള്ളാഹി തങ്ങൾ അത് പരിഗണിച്ചു, അംഗീകരിച്ചു എന്നതല്ലേ ചരിത്രം. നിങ്ങൾ ആലോചിക്കുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, ബഹുമാനപ്പെട്ട നബി തങ്ങൾ അവിടുന്ന് വഫാത്തിന്റെ തൊട്ടു മുമ്പ് രോഗബാധിതനായി കിടക്കുമ്പോൾ ക്ഷീണിച്ച അവസ്ഥയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാം നിൽക്കാൻ വേണ്ടി ആളുകളോട് ആവശ്യപ്പെടാൻ നിർദ്ദേശമനുസരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാം നിൽക്കുകയാണ്. അങ്ങനെ ഒരാൾ ഇമാം നിന്നാൽ ഇമാമിന്റെ പിന്നിലുള്ള ആളുകൾ മഅ്മൂമീങ്ങളായിട്ടുണ്ടാകും. ഈ ഇമാമിന് വുളു മുറിയുകയോ നിസ്കാരം ബാത്തിലാകുന്ന വല്ല സംഭവം ഉണ്ടായാൽ ഇസ്തിഖ്ലാഫ് ബാക്കിൽ ഉള്ള ആള് അങ്ങോട്ട് കയറി നിൽക്കണം. അതാണ് മസ്അല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പിന്നിൽ വന്നതറിഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കെ റിവേഴ്സ് ഗിയറിട്ടു, നേരെ ബാക്കിലേക്ക്. ഹുക്ം എന്താണ്? ഒരു ഇമാമത്ത് നിൽക്കുന്നവരാണ്. ആ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് വേറെ എത്ര മഹത്വമുള്ള ആള് വന്നാലും ഇമാമാണോ? ഹുക്ം എന്താണ്? അയാൾ അവിടെ തന്നെ നിൽക്കണം. അടുത്ത നിസ്കാരത്തിന് വേറെ ആളായിക്കോട്ടെ. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹുക്ം അവിടെ മാറ്റിവെച്ച് അദബ് കീപ്പ് ചെയ്തു. എന്തേ? അവിടുന്ന് നേരെ പുറകോട്ട് നിന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ മുന്നിലേക്ക് നിന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മഹമലക അലാ ഫീലിക യാ അബൂബക്കറിൻ, എന്തേ ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണം? അവിടുന്ന് പറഞ്ഞത്, മാ യംബഗി ലി ഇബ്നി അബീ ഖുഹാഫത അൻ യതഖദ്ദമ അലാ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ഉണ്ടാകുമ്പോൾ ആ മുത്തുനബിയുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് കഴിയൂല നബിയേ. ഇതാണ് നബവി ഇമാം പറഞ്ഞത്. ഹുക്മിനേക്കാൾ അദബിന് പ്രാമുഖ്യം കൊടുക്കേണ്ട മസ്അല ഈ ഒരു സംഭവത്തിലൂടെ ലോകം മനസ്സിലാക്കണം എന്ന്. ചുരുക്കത്തിൽ ഹബീബായ തങ്ങളുടെ വിഷയത്തിൽ സന്തോഷിക്കുക. എങ്ങനെയും ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കട്ടെ. അല്ലാഹു അതിന്റെ രൂപം പറഞ്ഞില്ല, മുത്തുനബി അതിനെ വ്യാഖ്യാനിച്ച് കാണിച്ചില്ല, ഒരു പരിധി പറഞ്ഞു. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ചിലർ ഈസാ നബിയെ ആദരിച്ച് ആരാധിച്ചതുപോലെ എന്നെ നിങ്ങൾ ആരാധിക്കരുത്. ആരാധനയിലെത്താത്ത ആദരവ് എന്നെ നിങ്ങൾ നടത്തിക്കൊള്ളൂ. സ്വഹാബത്തെ കിറാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമനീര്, അല്ലാഹുവിന്റെ പ്രവാചകർ വുളൂ ചെയ്ത വെള്ളം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഥാറുകളെ എല്ലാം തഅലീം ചെയ്യുകയാണ്. ലോകസഞ്ചാരിയായ ഉർവത്തി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്, ലഖദ് വഫത്തു അലാ മുലൂകി ഖിസ്റ വ ഖൈസർ, ഞാൻ ഖിസ്റയെ കണ്ടിട്ടുണ്ട്, ഞാൻ മുഖൗഖിസിനെ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട്, ഭരണീയരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻ റഅയ്തു അഹദൻ യുഅല്ലിമു അസ്ഹാബുഹു കമാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാർ മുത്തുനബിയെ ആദരിക്കുന്നത് പോലെ ബഹുമാനിക്കുന്നത് പോലെ മറ്റു ഭരണീയർ ഒരു ഭരണാധികാരിയെ ബഹുമാനിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് ആ കാലഘട്ടത്തിലെ ലോക സഞ്ചാരി പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തെ കിറാം എത്ര ബഹുമാനിച്ചു, എത്ര ആദരിച്ചു. സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞു. ആ സന്തോഷ പ്രകടനമാണ് നമ്മൾ നടത്തിയത്. ആ സന്തോഷ പ്രകടനമാണ് മുളഫർ രാജാവ് നടത്തിയത്. ആ സന്തോഷ പ്രകടനം ലോകത്ത് മുത്തുനബിയുടെ പേരിൽ നടത്തുമ്പോൾ വിവരമുള്ള കോമൺ സെൻസ് ഉള്ള ഒരാളും അതിന് നിരാകരിച്ചിട്ടില്ല. മുളഫർ ഭരണാധികാരി എന്ന് പറയുന്ന ആ മഹാൻ
അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു ചെറിയ മൗലിദ് നടത്തുകയുണ്ടായി. മൗലിദ് കഴിക്കും നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രത്തിലുണ്ട് ഹലുവകൾ പലതരം. ഒരു ചെറിയ മൗലിദ്, 5,000 ആടും 10,000 കോഴി, 25,000 പാത്രത്തിൽ വ്യത്യസ്തങ്ങളായ ഹൽവകളും. അന്ന് ഷുഗറുള്ളൊരു കുറവാണല്ലോ, കാരണം ഒക്കെ തവക്കുലാക്കുന്ന നല്ല മുത്തുനബിയെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളാണല്ലോ. വിദേത്തുകാരും അതുപോലെ വഹാബികളും എത്ര നാട്ടിലുണ്ടോ അതിനനുസരിച്ച് മുസീബത്തുകൾ കൂടും. അതാണല്ലോ അലാവ ഹല്ലത്ത് അലൈഹിമുല്ലാന ഹദീസിലുണ്ട്. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കുറയൽ എപ്പോഴാണ്? പഴയകാല ഇമാമിങ്ങളെയും മഹാരഥന്മാരെയും ചീത്ത പറയുന്നൊരു കാലഘട്ടം ലോകത്ത് എന്ന് വന്നോ ഹല്ലത്ത് അലൈഹിമുല്ലാന. അപ്പോഴാണ് ഹീനമായ യശ്റബൂനൽ ഹുമൂർ അലാനിയ, മദ്യപാനവും ചൂതാട്ടവും അധാർമികതയും ലോകത്ത് അരങ്ങു വാഴാനുള്ള കാരണം ഇവിടെ ബറക്കത്ത് നഷ്ടപ്പെടലാണ്. ബറക്കത്ത് നഷ്ടപ്പെടൽ എങ്ങനെയാണ്? പൂർവീകരെ ചോദ്യം ചെയ്യലാണ്, മഹാന്മാരെ ചീത്ത പറയലാണ്. അന അവ്വലുൽ മുസ്ലിമീൻ, ഞാനാണ് ആദ്യത്തെ മുസ്ലിം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനം ഞാൻ മുസ്ലിമാണ് എന്നാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് മുസ്ലിമിന്റെ വീട് എന്നാണ് അവിടുത്തെ വീടിനെ കുറിച്ചെങ്കിൽ ലൂത്ത് നബിയുടെ മുമ്പ്, ഇബ്രാഹിം നബിയുടെ മുമ്പ്, മറ്റു പ്രവാചകരുടെ മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകരാണ് ആദ്യമായി ഉണ്ടായത് എന്നത് കൃത്യമായ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ഉണ്ടാകുമ്പോൾ പിന്നെ ഈ വിഷയത്തിൽ മൗലിദ് കിതാബിൽ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ എന്ന് കാണുമ്പോഴേക്ക് ഉറഞ്ഞു തുള്ളുന്ന ആളുകളെ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞ് ഇത് ഖുർആനിന്റെ പ്രാമാണിക വിരുദ്ധമാണ് എന്ന് സമർത്ഥിക്കുന്നവരെ ഈ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തെ അല്ലാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞ ഈ ഒരു പരാമർശത്തെ എന്തൊരടിസ്ഥാനത്തിലാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുക? ശൈബത്തുൽ ഹംദ് എന്ന നാമധേയത്തിൽ അബ്ദുൽ മുത്തലിബ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നവർ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് വെക്കാൻ കാരണം ലിയഹ്മദുഹുമൻ അലൽ ഗബ്റാ, ലോകം മുഴുവനും സർവകാലവും സർവരാലും സ്തുതിക്കപ്പെടുക എന്ന മഹത്തായ ഗുണവിശേഷത്തിന് വേണ്ടിയാണ്. ആ നിലയ്ക്ക് ലോകം മുഴുവനും മുത്തുനബിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, ഹബീബായ തങ്ങളെ പരിഗണിച്ചു കൊണ്ടിരിക്കുന്നു, മുത്തുനബിയെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് കാരണം? എന്താണതിനുള്ള കാരണം? അവിടുന്ന് പറഞ്ഞു, സഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, അന സയ്യിദു വൽദി ആദം, അന സയ്യിദു വൽദി ആദം. മനുഷ്യ സമൂഹത്തിന്റെ ഏതെല്ലാം മേഖലകളിലെ ഗുണവിശേഷങ്ങളുണ്ടോ അതിന്റെ ഔന്നിത്യത്തിൽ നിൽക്കേണ്ടവനാണ് ഞാൻ. അള്ളാഹുവിന്റെ പ്രവാചകരാണ്. ഗുണകരമായ ഏതെല്ലാം വിശേഷങ്ങളും ഏതെല്ലാം പ്രത്യേകതകളും പ്രശംസനീയമായ എന്തെല്ലാം കാര്യങ്ങളുമുണ്ടോ ആ കാര്യങ്ങളിൽ മുഴുവനും സയ്യിദ് എന്ന വാക്ക് സാദാ എന്ന പ്രയോഗത്തിൽ നിന്നാണ്. സാദാ എന്ന പ്രയോഗം ഫാഖ എന്ന പ്രയോഗത്തിൽ നിന്ന് വന്നതാണ്. ഫാഖ എന്ന പ്രയോഗം മുകളിൽ നിൽക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ മുകളിൽ സൃഷ്ടികളിൽ ഒരാളുമില്ല. മുത്തുനബിയേക്കാൾ വലിയ മറ്റൊരാൾ സൃഷ്ടികളുടെ കൂട്ടത്തിലില്ല. ഇത് സർവാംഗീകൃതമാണ്, ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടതാണ് എന്നതൊരു വസ്തുത തന്നെയാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വറഫഅനാ ലക ദിക്റക, ഹബീബായ തങ്ങളെ അങ്ങയെക്കുറിച്ചുള്ള സ്മരണകളും പരാമർശങ്ങളും പ്രശംസകളും അങ്ങയെക്കുറിച്ചുള്ള ഗുണവിശേഷങ്ങളും എപ്പോഴും ഉണർന്നുകൊണ്ടിരിക്കും, ഈ ലോകത്ത് സജീവമായി കൊണ്ടിരിക്കും. വാങ്ക് വിളിക്കുന്നോ മുത്തുനബി വേണം, ഇഖാമത്ത് വിളിക്കുന്നോ മുത്തുനബി വേണം. അടിമ ഉടമയുടെ മുമ്പിൽ നിർവഹിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ കാര്യമായ നിസ്കാരം, ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ വരെ
ഹബീബായ തങ്ങളെ പരാമർശിച്ചിട്ടില്ലെങ്കിൽ അവരുടെ നിസ്കാരം സഹീഹല്ല. ഈ നിലക്ക് ലോകത്ത് മുഴുവനും ഇവിടെ വന്നതും വരാനുള്ളതുമായ ഏതെല്ലാം ആളുകളുണ്ടോ, ഏതെല്ലാം വ്യക്തികളുണ്ടോ, ഏതെല്ലാം ശക്തികളുണ്ടോ, അവരുടെ മുമ്പിലാണ് ഹബീബായ നബി തങ്ങൾ. അതുകൊണ്ടാണ് മഹാനരായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫമാ വലദത് ഹവ്വാ ഓ മിൻ സുൽബി ആദമി വലാ ബിജിനാനിൽ ഖുൽദി മിസ്ലുക ആഖറു മൗലായ സ്വല്ലി വസാ دائما أبدا. എല്ലാ കാലവും ഹബീബായ നബി തങ്ങളാണ് മുൻപന്തിയിലുള്ളത്. മുത്തുനബിയെ പോലെ ലോകത്ത് മറ്റൊരാളും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് ആത്മാവിന്റെ ലോകത്ത് ജീവിക്കുമ്പോൾ, അലമുൽ അർവാഹിൽ ജീവിക്കുമ്പോൾ, മനുഷ്യകുലം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ മുത്തുനബി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ മുത്തുനബിയുടെ നൂറ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അന അവ്വലുൽ മുസ്ലിമീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ലോകത്തോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു തആല ഖുൽ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം പ്രഖ്യാപിക്കാൻ വേണ്ടി മുത്തുനബിയോട് പറയുകയാണ്, ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ, എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ നിസ്കാരവും എൻ്റെ അനുഷ്ഠാനങ്ങളും എൻ്റെ ഉപാസനകളും എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ ആദർശങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ കൺമറയലും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പ്രഖ്യാപിച്ചതിന്റെ ശേഷം വ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാനാണ് ആദ്യത്തെ മുസ്ലിം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകരോട് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ ലോകാവസാനം വരെയുള്ള ജനവിഭാഗങ്ങൾക്കുള്ള കൃത്യമായ മാർഗദർശിയായ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു, കുന്തു അവ്വലഹും ഫിൽ ഖൽഖി വ ആഖിറഹും ഫിൽ ബഅസി. സൃഷ്ടിപ്പിൽ ഞാനാണ് ആദ്യത്തേവർ, നിയോഗിതരിൽ അവസാനത്തെയാളാണ് ഞാൻ. അഥവാ ഈ ശാരീരിക വേഷത്തോടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദരങ്ങളിലൂടെ വന്ന് ആ ജനറ്റിക് സോഴ്സ് അബ്ദുല്ലാഹു റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആമിന ബീവിയിലേക്ക് ഷെയർ ചെയ്യപ്പെട്ട് ഒരു സ്വാഭാവികമായ രൂപത്തിൽ ഗർഭാശയത്തിൽ വളർന്ന് കൃത്യമായ മനുഷ്യ രൂപത്തിൽ ഈ ഭൂമി ലോകത്തേക്ക് വരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ച തീയതിയായപ്പോൾ വന്നു. ശരിയാണ്. എന്നാൽ അവിടുത്തെ ആത്മാവും അവിടുത്തെ ഒളിയും അവിടുത്തെ നൂറും മുമ്പേ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ശാരീരിക ലോകത്തേക്ക് ആലമുൽ അസ്വാഹിലേക്ക് വന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ വരവിൽ ലോകം മുഴുവനും സന്തോഷിച്ചു എന്നതാണ്. ലോകം മുഴുവനും സന്തോഷിച്ചു. ഇഹ്തസ്സൽ അർശു തർബൻ വസ്തിബശാറ വസാദൽ കുർസിയു ഹൈബതൻ വവഖാറ വലജ്ജത്തിൽ മലായികതു തഹ്ലീലൻ വസ്തിഗ്ഫാറ വംതലഅതി സമാവാതു അൻവാറ വലജ്ജത്തിൽ മലായികതു തഹ്ലീലൻ വസ്തിഗ്ഫാറ. അല്ലാഹുവിന്റെ പ്രവാചകർ ഭൂമി ലോകത്തേക്ക് വന്നപ്പോൾ ബിഹി ജമീഉൽ മഖ്ലൂഖാത്ത്, എല്ലാ സൃഷ്ടികൾക്കും സന്തോഷം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് ഭയങ്കര ടെൻഷൻ. അതുകൊണ്ടല്ലേ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞ 5 സന്ദർഭങ്ങളിൽ ഒന്ന്, ആദം നബി അലൈഹിസ്സലാമിനെ ഒന്ന് ആദരിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടപ്പോൾ, ആദം നബിയെ ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ന്യായം നിരത്തി ഇബ്ലീസ് പറഞ്ഞു, ആദമിനെ പടക്കപ്പെട്ടത് മണ്ണുകൊണ്ട്, എന്നെ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ട്. തീയിന്റെ ഗതി മുകളിലോട്ട്, മണ്ണിന്റെ ഗതി താഴോട്ട്, താഴോട്ട് ഗതിയുള്ളവനെ മുകളിലോട്ട് ഗതിയുള്ളവൻ എന്തിന് ആദരിക്കണം? എക്സ്ക്യൂസ് മീ, എന്നെ അതിനെ നിർബന്ധിക്കരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇബ്ലീസിന്റെ അമല് നോക്കിയില്ല. ഭൂമി ലോകത്ത് ഇബ്ലീസ് സുജൂദ് ചെയ്യാത്തൊരു സ്ഥലത്ത് ഞാൻ സുജൂദ് ചെയ്യാൻ നീർച്ചയാക്കി എന്ന് പറഞ്ഞാൽ നീർച്ച വീടൂല എന്നാണ്. കാരണം ഭൂമിയിൽ സുജൂദ് ചെയ്യാത്തൊരു സ്ഥലം ഇല്ല. അന്ന് ഇബ്ലീസിന്റെ പേര് അസാസിൽ എന്നാണ്. ആധാർ കാർഡിലൊക്കെ അങ്ങനെ അത്രേ.
ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ ബേസിക്കലി നെയിം ഒറിജിനൽ പേര് അസാസിൽ എന്നായിരുന്നു. പിന്നീട് ചില പശ്ചാത്തലങ്ങളിൽ ചില ആളുകൾക്ക് പേര് വരാറുണ്ട് ഓരോ സ്ഥലങ്ങളിൽ. ഇപ്പൊ വഹാബികളാണെങ്കിൽ ആട് മുജാഹിദുകൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അവരാരും ആട്ടിൻകൂട്ടിൽ വളർന്നത് കൊണ്ടല്ല, ഇപ്പൊ ആടിനെ വളർത്തലാണ് നല്ലത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ KNM-ഉം ISM-ഉം അതുപോലെ MSM ഒന്നുമില്ല. സംഘടന ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കി. നബിനൂരുണ്ടാക്കാൻ പാടുണ്ടോ? സംഘടന ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ടാക്കി. അത് പറയും ഒരുപാട് വിശദീകരിക്കേണ്ടി വരും, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ചില പ്രത്യേക പശ്ചാത്തലത്തിൽ ചില ആളുകൾക്ക് പേരുണ്ടാവാറുണ്ട്. ആ രൂപത്തിൽ ഉണ്ടായി എന്നുള്ളത് മാത്രം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് പേര് വീണു ഇബ്ലീസ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവൻ എന്ന്. ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഹീന ലുഇന, ആദം നബിയെ ആദരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അനാദരിച്ചതിന്റെ പേരിൽ സ്വർഗലോകത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് എല്ലാ കാലവും ശപിക്കപ്പെട്ടവനായി തീരുമാനിക്കപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമിച്ചു എന്നതാണ് ചരിത്രം. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച് പ്രചണ്ഡമായ പ്രബോധന ദൗത്യമേറ്റെടുത്ത് കർമ്മ മേഖലയിൽ ഇറങ്ങിയ വിവരം അറിഞ്ഞപ്പോ ഇബ്ലീസ് ഒരുപാട് പൊട്ടിക്കരഞ്ഞു. സൂറത്തുൽ ഫാത്തിഹ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. അതുകൊണ്ടാണ് അൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ ചില ആളുകൾ പേരക്കുട്ടികൾ ഇറങ്ങി ഓടാറുള്ളത്. വല്യപ്പാക്ക് പൊരുത്തമുള്ളത് പേരക്കിടാങ്ങൾക്കും പൊരുത്തമില്ല. ചില മരിച്ച വീട്ടിൽ നിന്നോ കണ്ടിട്ടില്ലെങ്കിൽ അൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ മരണ വീട്ടിൽ നിന്ന് സ്വാഭാവികമായും ഇറങ്ങിപ്പോകുന്നത് കാണാം. അതിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഭൂമി ലോകത്തേക്ക് വന്നപ്പോൾ ആ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ ലോകം മുഴുവനും സന്തോഷിക്കുമ്പോൾ വസുഖിരിഫത്തിൽ ജിനാനു ലൈലത മൗലിദിഹി, ഹബീബിനെ പറയാനുള്ള വേദി ഇവിടെ ഒരുക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ തലേ ദിവസം തന്നെ ഈ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാർ തോരണം തൂക്കിയെങ്കിൽ അല്ലാഹുവേ അർശിന്റെ തണൽ പ്രദാനം ചെയ്യണം അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തുനബി ഭൂമി ലോകത്തേക്ക് വരിക എന്ന വിവരമുണ്ടായപ്പോഴേക്ക് ലോകം മുഴുവനും സ്വർഗലോകം മുഴുവനും അലങ്കരിക്കപ്പെട്ടു എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സൃഷ്ടികൾ മുഴുവനും സന്തോഷിച്ചു എന്നതാണ്. എന്താ കാരണം? അന സയ്യിദു വൽദി ആദം, എല്ലാ മേഖലകളിലും ഞാനാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു. കാരണം ഈ പ്രപഞ്ചത്തിന് വേണ്ടത് മുഴുവനും, ഈ സൃഷ്ടിജാലങ്ങൾക്ക് വേണ്ട മുഴുവൻ ആനുകൂല്യവും സൃഷ്ടാവിൽ നിന്ന് വാങ്ങി വരാൻ നിയുക്തരായവരാണ് അള്ളാഹുവിന്റെ പ്രവാചകർ. അന സയ്യിദു വൽദി ആദം അഥവാ ഹുവല്ലദീ യുഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദാഇദി ഫയഖൂമു ഇലൈഹിം വയതഹമ്മലു അൻഹും മകാരിഹഹും വയദ്ഫഉഹാ അൻഹും. എന്താണ് സയ്യിദിന്റെ മഅന? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരുടെ പുസ്തകങ്ങളിൽ നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകനായി പരിചയപ്പെടുത്തിയ അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നവാവി റളിയല്ലാഹു അൻഹു, അവിടുന്ന് ബഹുമാനപ്പെട്ട നബവി ഇമാമിനെ കുറിച്ച് അവർ ഒരുപാട് വിശദീകരിക്കാറുണ്ട്. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു പോലും അവിടുത്തെ ശർഹ് മുസ്ലിം എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതാണ് ഈ മഅന. അഥവാ ജനങ്ങൾക്ക്, ലോകത്തിന് അഭയമാണ്, അത്താണിയാണ്, മൽജ ആണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് വെക്കുമ്പോൾ ആ മുത്തുനബിയുടെ വിഷയം എത്തുന്ന സമയത്ത് ഒരാളോടും പറയാതെ, ആരോടും അറിയിക്കാതെ ഈമാനുള്ള വ്യക്തിയാണോ, ശരിയായ മുഅ്മിനാണോ, മറ്റൊന്നും ചിന്തിക്കാതെ നബി തങ്ങളെ പരിഗണിക്കും, ആദരിക്കും. ഇത് ലോക നിയമമാണ്, മാനുഷിക നിയമമാണ്. നിങ്ങൾക്കറിയില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റബീഉൽ അവ്വൽ 12 എന്ന് മദീനയിലേക്ക് വരുമ്പോ അവിടെയുള്ള ആളുകളെല്ലാം ത്വാലഅൽ ബദ്റു എന്ന ബൈത്ത് ചൊല്ലിയപ്പോ അള്ളാഹുവിന്റെ റസൂല് എടുത്തു കൊടുത്തയച്ചിട്ടുണ്ടോ ഞാൻ അവിടെ വരുമ്പോൾ ത്വാലഅൽ ബദ്റു ചൊല്ലണം എന്ന്?
ഞാൻ വരുമ്പോൾ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിക്കണം എന്ന്, ഞാൻ അവിടെ വരുമ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ല, പറയേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാതെ ത്വലഅൽ ബദ്റു സ്വഹാബത്ത് ചൊല്ലുമ്പോ നബി തങ്ങൾ അത് കേട്ടപ്പോൾ എന്താ പറഞ്ഞത്? പ്ലീസ് നിർത്തണം. 23 വർഷത്തെ എന്റെ തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വ്യവസ്ഥാപിത പ്രവർത്തനം നടത്തുന്ന എന്നോട് ഇത് ചെല്ലേണ്ടിയായിരുന്നു, ചെയ്യേണ്ടിയില്ലായിരുന്നു. നിങ്ങൾ അൽമനാർ വായിച്ചിട്ടില്ലേ, പുടവ വായിച്ചിട്ടില്ലേ എന്നല്ല ചോദിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അത് അംഗീകരിച്ചു, റസൂലുള്ളാഹി തങ്ങൾ അത് പരിഗണിച്ചു, അംഗീകരിച്ചു എന്നതല്ലേ ചരിത്രം. നിങ്ങൾ ആലോചിക്കുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, ബഹുമാനപ്പെട്ട നബി തങ്ങൾ അവിടുന്ന് വഫാത്തിന്റെ തൊട്ടു മുമ്പ് രോഗബാധിതനായി കിടക്കുമ്പോൾ ക്ഷീണിച്ച അവസ്ഥയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാം നിൽക്കാൻ വേണ്ടി ആളുകളോട് ആവശ്യപ്പെടാൻ നിർദ്ദേശമനുസരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാം നിൽക്കുകയാണ്. അങ്ങനെ ഒരാൾ ഇമാം നിന്നാൽ ഇമാമിന്റെ പിന്നിലുള്ള ആളുകൾ മഅ്മൂമീങ്ങളായിട്ടുണ്ടാകും. ഈ ഇമാമിന് വുളു മുറിയുകയോ നിസ്കാരം ബാത്തിലാകുന്ന വല്ല സംഭവം ഉണ്ടായാൽ ഇസ്തിഖ്ലാഫ് ബാക്കിൽ ഉള്ള ആള് അങ്ങോട്ട് കയറി നിൽക്കണം, അതാണ് മസ്അല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പിന്നിൽ വന്നതറിഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കെ റിവേഴ്സ് ഗിയറിട്ടു, നേരെ ബാക്കിലേക്ക്. ഹുക്ം എന്താണ്? ഒരു ഇമാമത്ത് നിൽക്കുന്നവരാണ്, ആ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് വേറെ എത്ര മഹത്വമുള്ള ആള് വന്നാലും ഇമാമാണോ? ഹുക്ം എന്താണ്? അയാൾ അവിടെ തന്നെ നിൽക്കണം, അടുത്ത നിസ്കാരത്തിന് വേറെ ആളായിക്കോട്ടെ. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹുക്ം അവിടെ മാറ്റിവെച്ച് അദബ് കീപ്പ് ചെയ്തു. എന്തേ? അവിടുന്ന് നേരെ പുറകോട്ട് നിന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ മുന്നിലേക്ക് നിന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മഹമലക അലാ ഫീലിക യാ അബൂബക്കർ, എന്തേ ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണം? അവിടുന്ന് പറഞ്ഞത്, മാ യംബഗി ലി ഇബ്നി അബീ ഖുഹാഫത അൻ യതഖദ്ദമ അലാ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ഉണ്ടാകുമ്പോൾ ആ മുത്ത് നബിയുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് കഴിയൂല നബിയേ. ഇതാണ് നബവി ഇമാം പറഞ്ഞത്. ഹുക്മിനേക്കാൾ അദബിന് പ്രാമുഖ്യം കൊടുക്കേണ്ട മസ്അല ഈ ഒരു സംഭവത്തിലൂടെ ലോകം മനസ്സിലാക്കണം എന്ന്. ചുരുക്കത്തിൽ ഹബീബായ തങ്ങളുടെ വിഷയത്തിൽ സന്തോഷിക്കുക. എങ്ങനെയും ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കട്ടെ. അല്ലാഹു അതിന്റെ രൂപം പറഞ്ഞില്ല, മുത്തുനബി അതിനെ വ്യാഖ്യാനിച്ച് കാണിച്ചില്ല, ഒരു പരിധി പറഞ്ഞു. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ചിലർ ഈസാ നബിയെ ആദരിച്ച് ആരാധിച്ചതുപോലെ എന്നെ നിങ്ങൾ ആരാധിക്കരുത്. ആരാധനയിലെത്താത്ത ആദരവ് എന്നെ നിങ്ങൾ നടത്തിക്കൊള്ളൂ. സ്വഹാബത്തെ കിറാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമനീര്, അല്ലാഹുവിന്റെ പ്രവാചകർ വുളൂ ചെയ്ത വെള്ളം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളെ എല്ലാം തഅലീം ചെയ്യുകയാണ്. ലോകസഞ്ചാരിയായ ഉർവത്തി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്, ലഖദ് വഫത്തു അലാ മുലൂകി ഖിസ്റ വ ഖൈസർ, ഞാൻ ഖിസ്റയെ കണ്ടിട്ടുണ്ട്, ഞാൻ മുഖൗഖിസിനെ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട്, ഭരണീയരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻ റഅയ്തു അഹദൻ യുഅല്ലിമു അസ്ഹാബുഹു കമാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർ മുത്തുനബിയെ ആദരിക്കുന്നത് പോലെ ബഹുമാനിക്കുന്നത് പോലെ മറ്റു ഭരണീയർ ഒരു ഭരണാധികാരിയെ ബഹുമാനിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് ആ കാലഘട്ടത്തിലെ ലോക സഞ്ചാരി പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തെ കിറാം എത്ര ബഹുമാനിച്ചു, എത്ര ആദരിച്ചു. സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞു. ആ സന്തോഷ പ്രകടനമാണ് നമ്മൾ നടത്തിയത്. ആ സന്തോഷ പ്രകടനമാണ് മുളഫർ രാജാവ് നടത്തിയത്. ആ സന്തോഷ പ്രകടനം ലോകത്ത് മുത്തുനബിയുടെ പേരിൽ നടത്തുമ്പോൾ
വിവരമുള്ള കോമൺ സെൻസ് ഉള്ള ഒരാളും അതിന് നിരാകരിച്ചിട്ടില്ല. മുളഫർ ഭരണാധികാരി എന്ന് പറയുന്ന ആ മഹാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു ചെറിയ മൗലിദ് നടത്തുകയുണ്ടായി. മൗലിദ് കഴിക്കും നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രത്തിലുണ്ട് ഹലുവകൾ പലതരം. ഒരു ചെറിയ മൗലിദ്, 5,000 ആടും 10,000 കോഴി, 25,000 പാത്രത്തിൽ വ്യത്യസ്തങ്ങളായ ഹൽവകളും. അന്ന് ഷുഗറുള്ള ഒരു കുറവാണല്ലോ, കാരണം ഒക്കെ തവക്കുലാക്കുന്ന നല്ല മുത്തുനബിയെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളാണല്ലോ. ബിദഅത്തുകാരും അതുപോലെ വഹാബികളും എത്ര നാട്ടിലുണ്ടോ അതിനനുസരിച്ച് മുസീബത്തുകൾ കൂടും. അതാണല്ലോ അലാ വഹല്ലത്ത് അലൈഹിമുൽ ലഅന ഹദീസിലുണ്ട്. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കുറയൽ എപ്പോഴാണ്? യൽഅനു ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവലഹാ. പഴയകാല ഇമാമിങ്ങളെയും മഹാരഥന്മാരെയും ചീത്ത പറയുന്നൊരു കാലഘട്ടം ലോകത്ത് എന്ന് വന്നോ ഹല്ലത്ത് അലൈഹിമുൽ ലഅന. അപ്പോഴാണ് ഹീനമായ യശ്റബൂനൽ ഖുമൂർ അലാനിയ, മദ്യപാനവും ചൂതാട്ടവും അധാർമികതയും ലോകത്ത് അരങ്ങു വാഴാനുള്ള കാരണം ഇവിടെ ബറക്കത്ത് നഷ്ടപ്പെടലാണ്. ബറക്കത്ത് നഷ്ടപ്പെടൽ എങ്ങനെയാണ്? പൂർവീകരെ ചോദ്യം ചെയ്യലാണ്, മഹാന്മാരെ ചീത്ത പറയലാണ്. മുളഫർ രാജാവ്, ഈ ഭരണാധികാരി ധൂർത്താണ് എന്ന് പറയാൻ പറ്റുമോ? മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഹുബ്ബിബൈലയ്യ മിൻ ദുനിയാകും സലാസ. ദുനിയാവിൽ എനിക്ക് 3 കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും താല്പര്യം. അന്നദറു ഇലൈക്, ഹബീബായ തങ്ങളെ അങ്ങയെ നോക്കലാണ്. വൽ ജുലൂസു ബൈന യദൈക്, ഹബീബായ തങ്ങളെ അങ്ങയുടെ അടുക്കൽ ഇരിക്കലാണ്. വ ഇൻഫാഖുൽ മാലി അലൈക്, ഹബീബായ തങ്ങളുടെ പേരിൽ സമ്പാദ്യം ചെലവഴിക്കലാണ്. ഈ അറേഞ്ച്മെന്റിനൊക്കെ എത്ര ക്യാഷ് വേണം? ഒക്കെ മുത്തുനബിയുടെ പേരിലാണ്. ഖുർആൻ പറഞ്ഞു, വമിനൽ അഅറാബി മൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ വയത്തഖിദു മാ യുൻഫിഖു ഖുർബാത്തിൻ ഇൻദല്ലാഹി വസ്സലവാത്തിർ റസൂൽ. സാധാരണക്കാരിൽ സാധാരണക്കാരായ ചില ആളുകൾ അക്കാഡമിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ ഇല്ല, വേണ്ട രൂപത്തിൽ ഇൽമു പഠിക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ല. അവരുടെ ജോലിയും അവരുടെ പ്രാരാബ്ധവും അവരുടെ വിഷയവുമായി മുന്നോട്ട് പോകുമ്പോഴും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്താവായ റബ്ബുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വല്യൗമിൽ ആഖിർ, ഇവിടെയുള്ള നശ്വരമായ ഭൗതിക ലോകത്തെ തുച്ഛമായ ജീവിതത്തെക്കാൾ ഉപരി ശാശ്വതമായ ലോകത്ത് മെച്ചമായി ജീവിക്കണമെന്ന് ഉത്കടമായി അഭിലഷിക്കുന്നു. അതിനവർ ചെയ്തത് എന്താണ്? വയത്തഖിദു മാ യുൻഫിഖു ഖുർബാത്തിൻ ഇൻദല്ലാഹ്. അവരുടെ നിത്യജീവിതത്തിലൂടെ കൂലിവേല ചെയ്ത്, മരത്തിൽ കയറി, കിണറ്റിൽ ഇറങ്ങി, ഓട്ടോ ഓടിച്ച്, അതുപോലെയുള്ള ജോലികളിലെടുത്ത് കിട്ടുന്ന തുച്ഛമായ വേതനം മോശമായ മേഖലയിൽ അവർ വ്യയം ചെയ്യുന്നില്ല. അവർ ചെലവഴിക്കുന്നത് ഖുർബാത്തിൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമായ കാര്യത്തിൽ. വസ്സലവാത്തിർ റസൂൽ, മുത്തുനബിയുടെ മദ്ഹിലും. സ്വലാത്ത് എന്ന വാക്കിന് ഇമാം ബുഖാരി തങ്ങള് അബുൽ അലിയ എന്ന പ്രമുഖനായ വ്യക്തിയിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകരെ കുറിച്ച് യുസല്ലൂന എന്ന് അല്ലാഹുവും മലക്കുകളും നടത്തുന്ന പരാമർശത്തെ വിശദീകരിച്ച് അതിന് പറഞ്ഞത് സനാ, മദ്ഹ്. അപ്പൊ സ്വലവാത്തിർ റസൂൽ, മദ്ഹുർ റസൂലിനും അവരുടെ സമ്പാദ്യം ചെലവഴിക്കും എന്നതാണ്.